ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ. എന്തെല്ലാം വിശേഷ സുഖമല്ല എല്ലാവർക്കും? എനിക്കിവിടെ സുഖം കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ 2025 റമദാനിലേക്ക് നമ്മളെല്ലാവരും കടന്നിട്ടാണ് ഉള്ളത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ ഒരു മാസം ആയിരിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതിൽ കുറച്ച് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കടികളൊക്കെയാണ്. നോർമലായിട്ടുള്ള കടികളെ വീഡിയോ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോരാൾ ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റോളാണ്, ബീഫിൻ്റെ റോളാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് നിറയെ പാലും അതേ 2 കപ്പ് നിറയെ വെള്ളവും, ഞാനിപ്പോൾ 3 കപ്പാണ് കാണിക്കുന്നത്, നിങ്ങൾ 4 കപ്പാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, 2 കപ്പ് നിറയെ മൈദ. മനസ്സിലായില്ലേ? ഈ മൈദ നമുക്ക് മിക്സ് ചെയ്യുക. അതിന് പകരം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജ്യൂസിലിട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കാൻ, ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാവും. നമ്മുടെ ഈ ഒരു റോളാക്കേണ്ട ബാറ്റർ റെഡിയാവും. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സും കൂടി ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പം 1/2 ലിറ്റർ പാലന്നെ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി 4 കപ്പാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്. പക്ഷേ അത് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട, ഇതല്ല വേണ്ടത്, കുറച്ചും കൂടി ലൂസാവണം. അപ്പം അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതിന് കണക്കായിട്ട് നിങ്ങൾ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട്, വെള്ളം അല്ലെങ്കിൽ പാലിലാണ് എന്തായാലും 1/2 ലിറ്ററിൻ്റെ ഒരു പാലെടുക്കാറുണ്ട്. ബാക്കിയുള്ളത് ഞാൻ വെള്ളം കൂടി ആഡ് ചെയ്യാറുണ്ട്. പിന്നെ മുട്ട, കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബാറ്റർ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്, നമ്മളെ റോളിൻ്റെത്. പിന്നെ ഇത് ഒഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുക വെള്ളം വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോഴാണ് മനസ്സിലാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് തന്നെ ഈ ഒരു ബീഫ് മസാല ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ട്രേ ആണ്. അതിലൊന്നിൽ നമ്മുടെ ഗീ തടവി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദോശ നമുക്ക് ചുട്ടിട്ട് ഈ ഒരു പാത്രത്തിലേക്കാണ് ആദ്യം ഇടേണ്ടത്. അപ്പം വളരെ നേരിയതായിട്ടുള്ള ദോശയാണ്, അത് പറ്റിപ്പിടിക്കാനുള്ള ചാൻസിലുകൊണ്ടാണ് ആ ഗീ തടവുന്നത് ചെയ്യുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും തടവാം. ഞാൻ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗീ തടവുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പാനായിരിക്കണം കേട്ടോ. നല്ല അടിയിലൊന്നും പിടിക്കാത്ത, നമ്മൾ 2-3 പാത്രങ്ങൾ ചിലതിനായിട്ട് മാറ്റി വെക്കുമല്ലോ. ചിലതൊന്നും മീൻ പൊരിക്കാൻ, ഒന്ന് നമ്മുടെ ചിക്കൻ പൊരിക്കാൻ, അതുപോലെ തന്നെ ഒന്ന് അതുപോലെ ഈ ദോശ ചുടുന്ന പാൻ തന്നെയാണ് കേട്ടോ ഇതിൽ വേറൊന്നും ചുടാറില്ല. അതുപോലെ ദോശ ചുടാനൊരു പാന് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് പറ്റിപ്പിടിക്കൽ കൂടും. നമ്മൾ ഒന്നെ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കടിയായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാറുണ്ട്. അതുകൊണ്ട് കൂടി ഈ ഒരു പാൻ തന്നെ യൂസ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാനത് എങ്ങനെയാണെന്ന് ഫോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഓരോരുത്തരാക്കുന്ന മെത്തേഡ് വ്യത്യാസമുള്ളത് കൊണ്ട് കാണിച്ചിരുന്നത്. നമ്മളത് എടുക്കുന്ന സമയത്ത് മറിച്ചിടണം കേട്ടോ. ആ പുറം ഭാഗം അകത്തായിട്ട്, എന്നിട്ട് പുറം ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മസാല ഇട്ട് കൊടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇത് ഈ പാനിലേക്ക് ഇട്ടതിന് ശേഷം അടുത്ത ദോശക്കെല്ലാം മാവ് ഒഴിച്ച് കൊടുക്കാൻ. അതാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിൽ മസാല ഇട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അത് ഏത് രീതിയിലും ചെയ്യാം. നമ്മളിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യും, പിന്നെ 2 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുക്കും. അതാണ് നമ്മുടെ റോളിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഇതിനെ മുക്കിയെടുക്കാറുള്ളത് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ചുടുന്ന സമയത്ത് ഇതിന് നല്ല ഒരു തടി ഉണ്ടാകാൻ പാടില്ല, ഭയങ്കര ഉണ്ടാവാനും പാടില്ല, ഭയങ്കര നേരിയതാവാനും പാടില്ല. ആ ഒരു 2 പ്രാവശ്യം ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് തടി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, കുറച്ച് പാലോ കുറച്ച് വെള്ളമോ കൂട്ടിയിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരുന്നത് അത് മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ എത്ര അളവ് പറഞ്ഞു തന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഭയങ്കര വെള്ളമല്ല ഭയങ്കര ടൈറ്റും അല്ലാത്ത രീതിയിൽ എടുത്തിട്ട് വേണം ഇതുപോലുള്ള റോളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ആ മുട്ടൻ്റെ മഞ്ഞ ഭാഗം റിമൂവ് ആക്കിയിട്ട് വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. മഞ്ഞയും കൂടി നമ്മൾ ഇട്ടിട്ട് മുക്കുകയാണെങ്കിൽ ഇത് പൊരിക്കുന്ന സമയത്ത് എണ്ണയിൽ നിന്നും ഭയങ്കര പത വരും.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പനീർ പെട്ടിയിലാക്കുമ്പോൾ അതിൽ കൂട്ടാം. അതുപോലെ കായടയിലാക്കൂലേ, അപ്പോൾ മുട്ടൻ്റെ മഞ്ഞ വേണമെങ്കിൽ 2 അതിൽ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 2 എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് വീണ്ടും മുട്ട ആഡ് ചെയ്താൽ മതിയാവും. ചില ആൾക്കാർ മൈദയിലൊക്കെ കോട്ട് ചെയ്യാറുണ്ട്. ഞാൻ പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ലോങ് ആയിട്ട് സൂക്ഷിക്കുമ്പം ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ഈ ഒരു റോള്. എന്നിട്ട് ഇതാ ബ്രെഡ് ക്രംസിനും കൂടി കോട്ട് ചെയ്തെടുക്കുക. പിന്നെ റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യൽ ഈ ഒരു രീതിയിലാണ്. അപ്പം നമ്മളെങ്ങനെയാണ് റോൾ ഉണ്ടാക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഏകദേശം 1-2 മാസമൊക്കെ സുഖമായിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റിലും വന്നു കഴിഞ്ഞാൽ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കടിയും കൂടിയാണ്. അപ്പോൾ ഇതാ ഫ്രീസറിൽ വെക്കുമ്പം ഇങ്ങനെ ഓരോരോ റോ ആയിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മളെ കുക്കീസ് ഉണ്ടാക്കുന്ന ബോക്സ് ആട്ടത്, കുക്കീസ് ഞാൻ സെയിൽ ചെയ്യാറുണ്ടല്ലോ, നമ്മളെ NYC ന്യൂയോർക്ക് സ്റ്റൈൽ കുക്കീസ്. അപ്പം ഈ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് നല്ല സുഖമാണ് കേട്ടോ. ഇത് ചെറിയ ബോക്സ് ആകുമ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ നമ്മൾ വലിയ വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാകുമ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം വേണ്ടേ, നമ്മുടെ ഫ്രീസറിൽ ഓൾറെഡി ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ആ ബോക്സ് ഭയങ്കര ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഷോപ്പിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലാസ്റ്റിക് ബോക്സ് കിട്ടും. 1-ന് 15 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഡൺ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഇതെന്തിനാണെന്നറിയാം, നമ്മുടെ ഓൾ ടൈം ഫേവറായിട്ടുള്ള കല്ലുമ്മക്കായ്. കല്ലുമ്മക്കായ് എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ബാക്കി എല്ലാവർക്കും ഇപ്പോൾ റോളെല്ലാം മടുക്കുന്നതെന്ന് പറയും. പക്ഷേ കല്ലുമ്മക്കായ് എപ്പോഴാക്കിയാലും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുള്ളത് എന്താണ്, പുഴുങ്ങലരി, RKR, ശിവ, പിന്നെ റേഷൻ അരി ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ തലേന്ന് നോർമൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കുതിർത്താൽ, തലേന്ന് വെക്കുമ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അതിലേക്ക് ഒരു 2.5 കപ്പ് നിറയെ എന്ത് വേണം, തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട്, പിന്നെ ഒരു ഉള്ളിയും പിന്നെ 1 ടേബിൾ സ്പൂണ് അളവിൽ എന്താണ് ജീരകവും, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈയോട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡറിലോ ജ്യൂസ് മെഷീനിലോ അരച്ചെടുക്കുക. ഒരുപാട് മെതിയെ അരക്കണ്ട കേട്ടോ, കുറച്ചൊന്നൊരു തരിതരിപ്പ് പോലെ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ അരിപ്പൊടിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അമ്മിയിൽ അരക്കുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലാകുമ്പോൾ കുറച്ചൊന്ന് കൂട്ടിക്കോ, കുറച്ചൊരു ടൈറ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായിലെ തലേന്ന് നമ്മൾ വാങ്ങിയിട്ട് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇതിൻ്റെ വായി ഇങ്ങനെ തുറന്ന് വരും. അപ്പോൾ പിന്നെ കുറച്ച് പണിയേ ഉണ്ടാവില്ല. നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ അകഭാഗം കൂടി ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് കമത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കുറച്ച് താഴോട്ട് വരും. പിന്നെ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിലില്ലേ നമ്മൾ കുറച്ച് ഈ അരിയും കൂടി മിക്സ് ആക്കുകയെങ്കിൽ ആ അരിയിലും എന്താവും, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. എന്തിൻ്റേത്, ഈ കല്ലുമ്മക്കായൻ്റേത്. അപ്പം അത് നിറക്കുന്ന സമയത്ത് നല്ല ആ ഒരു കല്ലുമ്മക്കായൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? ഞാൻ തോടോടെ പൊരിക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ മാത്രം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് മുൻപേ. അപ്പോൾ അത് കാണാത്തവർക്ക് ഇതിലായിക്കോട്ടെ വെച്ചിട്ടാണ് ഇതിലിട്ടത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, കല്ലുമ്മക്കായ് തോടോടെ പൊരിച്ചാലും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ചിട്ടുമുണ്ട്. നല്ല രസമാണ്. ചെറിയ മീഡിയം സൈസിലൊരു കല്ലുമ്മക്കായ് അതുപോലെ പൊരിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിറക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. ചില ആൾക്കാരില്ലേ ഈ പിന്നെ അരിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ ചേർക്കൽ വളരെ കുറവാണ് കേട്ടോ. എന്താ അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത പോലെയാണ്, മഞ്ഞ കളറായിട്ട് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ചേരുവ വെച്ചിട്ടാണ് ചേർത്തിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് പൊരിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടാന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നോക്കി നോക്ക്. ഇന്നിപ്പം പുഴുങ്ങിയിട്ടെല്ലാം ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ ഒന്ന് പൊരിക്കുകയാണെങ്കിൽ അത് വേറെ തന്നെ ഒരു ടെക്സ്ചറായിരിക്കും അതിന്. അത് നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമൻസിൽ അറിയിക്കും കേട്ടോ. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു കല്ലുമ്മക്കായ് പിന്നെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്കൊരു റെഡ് കളർ കണ്ട നല്ല ഇറച്ചി ഉണ്ടായ ഒരു സമയമാണ് കേട്ടോ. ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല, വെറും അരി മാത്രമേ ഉണ്ടാവില്ല അല്ലേ, ഒരു പാട പോലെ ഉണ്ടാവില്ലേ. പണ്ടെല്ലാം എന്ന് വെച്ചാൽ നല്ല രസമാണ് ഈ കല്ലുമ്മക്കായ്. ഇപ്പം ഇങ്ങനെ വളർത്തുന്നതെല്ലാം ഉള്ളത് കൊണ്ട് കണക്ക് തന്നെയാണല്ലേ. ചിലത് നമുക്ക് കിട്ടിപ്പോയ ചില സമയത്ത് കിട്ടിപ്പോയ അടിപൊളിയാണ്. ഇനിയിപ്പോൾ പൊരിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലായാ? മുളക്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ഓയിൽ, കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബാറ്റർ ആക്കിയിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് പൊരിക്കുകയാണ് വേണ്ടത്. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം
ഒരു പാന് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുമ്പം കുറച്ച് മാത്രമേ ഒഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ ആദ്യം കുറേ എണ്ണ ഒഴിച്ചിട്ട് ഇത് പൊരിക്കുക. എന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ചാണല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് അത് കുറച്ച് എണ്ണയിൽ പൊരിക്കാമ്പോൾ എന്നാലേ മസാല അതിന് പിടിക്കൂലെന്നുള്ളത്. മനസ്സിലായാ? അപ്പം നമ്മുടെ കല്ലുമ്മക്കായാലും പൊരിച്ച് ഇനിയിപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലില്ലേ, എങ്ങനെ നമ്മളിതുപോലെ പിന്നെ വേവിച്ച് ആവിയിൽ വേവിച്ചിട്ട് അത് ഒന്ന് ചൂടെല്ലാം പോയതിന് ശേഷം സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാതെ എടുത്തിട്ട് മുളക് പെരക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പണി നമുക്ക് ലാഭിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസം വരെ ഒന്നും ആവില്ല കേട്ടോ. ഫ്രീസറിൽ നല്ല ഫ്രിഡ്ജിൽ നല്ല കറണ്ടെല്ലാം ഉണ്ടാവണം കേട്ടോ. ഒരു ദിവസം ഫുൾ കറണ്ടെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളിലും പോവുക, അത് ശ്രദ്ധിക്കണം. അല്ലാണ്ട് കറക്റ്റ് ആണെങ്കിൽ 1.5 മാസം വരെ സുഖമായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ വെക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിന് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ രീതിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കായ്യടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴമില്ലേ ഇതുപോലെ മുറിച്ചതിന് ശേഷം ആവിയിലിട്ട് വേവിച്ചിട്ട് നമ്മൾ എഗ് ബീറ്ററില്ലേ അതിനെ കൊണ്ടാണ് ബീറ്റ് ചെയ്തിട്ട് കായ്യടി ഉണ്ടാക്കാറുള്ളത്. ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക, വേണ്ടുന്നവരത് കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബീഫ് മസാല ഉണ്ടാക്കുന്നതാണ്. ബീഫ് മസാലയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കാലം മുൻപേ ബീഫ് മസാലൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ആ സമയത്ത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നോമ്പെല്ലാം വരാൻ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ കൊട്ടില്ലാത്ത ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ബീഫ് 1 kg ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ. നന്ന ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഉള്ളി വേണ്ടത് 10 ഉള്ളി, അതുപോലെ 10 പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക. പിന്നെ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, കാണുന്നില്ലേ. വലിയതാണെങ്കിൽ 2 വെളുത്തുള്ളി മതി കേട്ടോ 1 കിലോ ഇറച്ചിക്ക്. അപ്പോൾ പിന്നെ ഇഞ്ചിൻ്റെ 2-3 വലിയ ഇഞ്ചിയും അതിൻ്റെ പിന്നെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചതക്കണം. അതിന് മുൻപേ നമ്മൾ ഈ ഒരു ബീഫ് വേവിക്കാൻ വെക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടേ, വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ബീഫ് വെന്ത് കിട്ടും. മനസ്സിലായ? ഒരുപാട് വേവിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ഉതിർന്ന് കിട്ടൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് അളവിൽ വേണം ആ ഒരു ബീഫ് വേവിച്ചെടുക്കാൻ. നമ്മളെ അളവിൽ നമ്മളൊരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കറക്റ്റാണ്. എന്നിട്ട് പിന്നെ അതുപോലെ ഉള്ളി വളരെ നേർങ്ങനെ മുറിച്ചെടുക്കണം. ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്, ഞാനല്ല കേട്ടോ മുറിക്കുന്നത്, ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്. എനിക്കിങ്ങനെ ഇരുന്നിട്ട് മീനെല്ലാം ഇതുപോലെ മുറിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഉള്ളി മുറിക്കാൻ അത്ര എക്സ്പീരിയൻസ് പോരാ. അപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്കിതിപ്പോൾ ഇത് അറിയില്ലെങ്കിൽ സാധാരണ കത്തിയോടെ മുറിച്ചാലും മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തടി കൂടുന്തോറും നമുക്കത് മസാല കടിക്കാൻ രസം ഉണ്ടാവില്ല. ഉള്ളി അതുമായിട്ട് നല്ലോണം മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് കുക്കറിൽ അല്പം വെള്ളം ഉണ്ടെങ്കിൽ അത് ഓപ്പണാക്കി വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഈ മസാല ചെയ്യാൻ പോകുന്നത് വിറകലും വെച്ച് അടുപ്പിലും കത്തിച്ചിട്ടാണ്. അപ്പോൾ ഉരുളി വെച്ചിട്ട് കുറച്ചധികം മസാല ഉണ്ടാകുമ്പം വലിയ പാത്രത്തിലാകുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വൃത്തിക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തീയെല്ലെത്തുകയും ചെയ്യും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യാൻ ഈ ഒരു മുറിച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനിടയിൽ നമ്മളെ ബീഫ് ചെറുതായിട്ട് നമ്മൾ ക്രഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇത് 3ഉം ഒന്നിച്ചിട്ട്. അപ്പോൾ ഉള്ളി നല്ലോണം വഴഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തീയാക്കി കൊടുക്കാൻ. ചില കുക്കിങ്ങിനില്ലേ തീ ഭയങ്കര മസ്റ്റാണ്. നമുക്ക് ചെറിയ തീയിലൊന്നും ആക്കിയെടുക്കുമ്പം ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഫ്ലെയിം ഉണ്ടാകുമ്പോഴാണ് നമ്മളിപ്പോൾ ഹോട്ടലിലെല്ലാം കാണുന്നില്ലേ, ഇപ്പം ഫ്രൈഡ് റൈസെല്ലാം ആക്കുമ്പം ഇങ്ങനെ ഭയങ്കര ആ ഒരു വലിയ തീയിലിട്ട് ഇങ്ങനെ ആക്കുമ്പം ആ ഒരു ടേസ്റ്റും അത് തീയും ശരിക്കും ഈ ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാം ടേസ്റ്റിൽ കൂട്ടും കുറക്കെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിതെല്ലാം ചെയ്താൽ വന്ന എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ഓരോ അറിവ് ഇങ്ങനെ കിട്ടുക അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ലോണം വഴഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യണം,
നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അത് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നിറയെ മല്ലിയിലയും ഇതിട്ട് പിന്നെ കറിവേപ്പിലയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബാഗിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറേ കാലം വരെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുക, അതുപോലെ ഇറച്ചിക്കറി ഉണ്ടാക്കുക, റോൾ ഉണ്ടാക്കുക, പിന്നെ അത് കൂടാണ്ട് പല ഐറ്റംസിന് നമുക്ക് പോള ഉണ്ടാക്കാം. ഇറച്ചി പോളയിലുണ്ട്, അതിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഈ ഒരു റെസിപ്പിക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് റമദാൻ പ്രിപ്പറേഷൻ്റെ ചെറിയ വ്ളോഗും കാര്യങ്ങളായിട്ട് വരും. അതിനിടയിൽ നമുക്ക് പുതിയ നല്ല നല്ല സ്നാക്സ് റെസിപ്പിയെല്ലാം. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു.